നോക്കുവിൻ, ഞങ്ങളെ അല്പനേരം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരുവനെ പോലെ നിന്നുകൊണ്ട് നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാകിയാൽ നിങ്ങളുടേത് ഓരോരുത്തരുടെ ഹൃദയ വിചാരങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. ആകിയാൽ പ്രിയപ്പെട്ട, നിങ്ങൾ ഒരുവനെ പോലെ ഞങ്ങൾക്ക് പറയുവാനുള്ള ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ആശ്വാസമറ്റ ഹൃദയങ്ങളാണെങ്കിൽ ആശ്വാസം കൈക്കൊള്ളുവാനും, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത അനേക തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങളിൽ നമുക്കൊരു മോചനം ലഭിക്കാനും, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും പ്രിയപ്പെട്ട നമുക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കാനും, ഇന്നേ വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ മേലാൽ സംഭവിക്കാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാകുന്നു. അപ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ ഈ ദേശത്ത് അല്പനേരം ഘോഷിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശാന്തതയോടെ കേട്ടുകൊള്ളുവിൻ. പ്രിയപ്പെട്ട ആരുടെയും ഹൃദയം അതിനെതിരെ നിൽക്കേണ്ട. കാരണം എന്താണ്? ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും തലമുറകൾക്കും നിങ്ങളുടെ ജീവിതത്തിനും എപ്പോഴും അനുഗ്രഹപൂർണ്ണമായിരിക്കുന്ന ഒരു അറിവാണ് സുവിശേഷം എന്ന് പറയുന്നത്. അറിവില്ലായ്മയിൽ നമ്മൾ അതിനെ തള്ളിക്കളയല്ല. ഒരു പ്രസംഗമെങ്കിലും സത്യയോടെ കേട്ടിട്ട് വേണം നമ്മൾ അതിനെപ്പറ്റി സംസാരിപ്പാനും വിധിപ്പാനും. ആകിയാൽ നോക്കുവിന് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ട ഞങ്ങൾ കടന്നുപോയ ഓരോ വഴികളുണ്ട്. മരുഭൂമി യാത്രകൾ കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. മരണത്തിന്റെ വഴികൾ കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ലോകത്തിന്റെ പാപച്ചേറ്റിൽ ഞങ്ങൾ മുങ്ങിപ്പോയിട്ടുണ്ട്. പലപ്പോഴും എന്താണ്, ആത്മഹത്യയുടെയും കൊലപാതകത്തിന്റെയും ഒക്കെ അനുഭവത്തിൽ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. അതൊക്കെ ചെയ്യുവാൻ ദൈവം അനുവദിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട, ഇത് ഞങ്ങൾ യേശു ക്രിസ്തുവിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ കീഴിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. അത് നിങ്ങളും അനുഭവിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ക്രിസ്തീയ മതവുമായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ഒരു ബന്ധവുമില്ല. ക്രിസ്തീയ മതവിശ്വാസികൾക്കോ പുരോഹിതന്മാർക്കോ ഞങ്ങൾ പറയുന്ന പാപമോചനത്തെ പറ്റി ഇന്നവരെ വെളിപ്പാട് കിട്ടിയിട്ടുമില്ല. ആകിയാൽ മരണമുള്ള എല്ലാവരും ഞങ്ങളെ അല്പനേരം കേട്ടുകൊള്ളും.